കാശ്മീരിലെ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് ഈ സമയം തിരഞ്ഞെടുത്തതിന് പിന്നിലുള്ള കാരണങ്ങൾ പലതാണ്. ഭീകരവാദികൾക്ക് താങ്ങാൻ സാധിക്കാത്ത വിധത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് ഇന്ത്യയിലും മറ്റ് ലോകരാജ്യങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിശേഷപ്പെട്ട വാർത്തകൾ ജനങ്ങളിൽ എത്തുന്നത് തടയിടാനാണ് ഭീകരരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ലോക ജനതയുടെ ശ്രദ്ധ തങ്ങളിലേക്ക് തിരിച്ചുവിടാനാണ് ഭീകരവാദികൾ ഇപ്പോൾ ഈ ആക്രമണം നടത്തിയതെന്ന് വേണം കരുതാൻ. ലോകമെമ്പാടുമുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരുന്ന വാർത്തയായിരുന്നു കത്തോലിക്ക സഭയുടെ തലവനായ ഫ്രാൻസിസ് മാർപാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. ലോകമെമ്പാടുമുള്ള വാർത്താ മാധ്യമങ്ങളിൽ മുഴുവൻ മാർപാപ്പയുടെ വേർപാടിന്റെ വാർത്തകളാണ് വലിയ പ്രാധാന്യത്തോടെ വന്നിരുന്നത്. ഭീകരവാദികളുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരു വിഭാഗമാണ് ക്രൈസ്തവർ. രണ്ടാമതായി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സൗദി അറേബ്യ സന്ദർശനം. കഴിഞ്ഞ 40 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിയത്, അതും സൗദി ഭരണാധികാരിയുടെ പ്രത്യേക ക്ഷണപ്രകാരം. ഇതും ഭീകരരുടെ പ്രകോപനത്തിന് മറ്റൊരു കാരണമായി മാറി. ഇത് പാകിസ്ഥാനിലെ ഭീകരവാദികൾ അവർക്കേറ്റ വലിയ തിരിച്ചടിയായിട്ടാണ് കരുതിയത്. പാകിസ്ഥാന്റെ ഭീകരവാദ പ്രവർത്തനങ്ങളെ അതിശക്തമായി എതിർക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. ഒരു മുസ്ലിം രാജ്യമായ പാകിസ്ഥാന്റെ ഭീകര പ്രവർത്തനം ലോകത്താകമാനമുള്ള ഇസ്ലാം മത വിശ്വാസികളുടെ വില കളയുന്ന പ്രവൃത്തിയാണ് എന്നതാണ് സൗദി അറേബ്യയുടെ നിലപാട്. അടുത്തത്, അമേരിക്കൻ വൈസ് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യയുമായിട്ടുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ അടുപ്പം ഭീകരർ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഇന്ത്യയുമായി അമേരിക്ക അടുത്താൽ പാകിസ്ഥാന് ലഭിക്കുന്ന ധനസഹായത്തിൽ കുറവ് വരുമോ എന്ന കാര്യത്തിലും പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ആശങ്കയുണ്ടായിരുന്നു. ഭീകരരെ പ്രകോപിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണം മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരകനും ലഷ്കർ ഇ തോയിബയുടെ കമാൻഡറുമായിരുന്ന തഹാവൂർ റാണയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറിയതാണ്. ഇത് ഭീകരർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. ഇതിനെല്ലാം വലിയ വാർത്താ പ്രാധാന്യമാണ് ലോകമെമ്പാടും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആദ്യ തിരിച്ചടി എന്ന നിലയിൽ 1960 മുതൽ ഇന്ത്യയും പാകിസ്ഥാനുമായി നിലനിന്നിരുന്ന സിന്ധു നദീജല കരാർ ഇന്ത്യ റദ്ദാക്കി. കൂടാതെ ഇന്ത്യയിലുള്ള പാകിസ്ഥാൻ പൗരന്മാർ 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സൈനിക ആക്രമണം പോലുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്തായാലും പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ ഫലം കശ്മീരിനോടൊപ്പം പാകിസ്ഥാനും അനുഭവിക്കേണ്ടി വരുമെന്ന സൂചനകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.